നമുക്ക് ജോമെട്രിയുടെ സെക്കൻഡ് വീഡിയോയിലേക്ക് കടക്കാം. DPP2 സെക്കൻഡ് DPP ആണ് ഇത്. ഇന്ത്യൻ നാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് INMOയ്ക്ക് 2016 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. നമുക്കൊന്ന് വായിച്ച് നോക്കാം. ABCB റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വിത്ത് ആംഗിൾ B = 90 ഡിഗ്രി. ഇത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. B 90 ഡിഗ്രി ആയിട്ടുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് ABC. DB a point on AC such that the in radii of the triangles ABD and CBD are equal. അപ്പോൾ BD രണ്ട് ട്രയാങ്കിൾസ് ആക്കി മാറ്റുകയാണ്. അപ്പോൾ ആ ട്രയാങ്കിൾസിൻ്റെ ഇൻ റേഡിയ സെയിം ആണ്. രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഇൻ റേഡിയ ഒന്ന് തന്നെയാണ്. ഇഫ് ദിസ് കോമൺ വാല്യൂ ഈസ് R dash, ആ കോമൺ വാല്യൂ ഇൻ റേഡിയസിൻ്റെ കോമൺ വാല്യൂ R dash ആണ്. R ഈസ് ദ ഇൻ റേഡിയ ഓഫ് ദ ട്രയാങ്കിൾ ABC. വലിയ ട്രയാങ്കിൾ ABCയുടെ ഇൻ റേഡിയ ആണ് R എങ്കിൽ 1/R dash = 1/R + 1/BD എന്നാണ് നാം പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫിഗർ വരച്ച് ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇവിടെ I എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ABCയുടെ ഇൻ സർക്കിളിൻ്റെ ഇൻ സെൻറ്റർ ആണ്. സ്മോൾ r എന്ന് പറഞ്ഞാൽ ABCയുടെ ഇൻ റേഡിയസും ആണ്. പിന്നെ ഈ ABCയുടെ രണ്ട് ട്രയാങ്കിൾസ് ആക്കി മാറ്റിയിരിക്കുകയാണ്, ABDയും CBDയും. ABD ഇൻ സർക്കിളിൻ്റെ സെൻറ്റർ E ആണ്, ACDയുടെ ഇൻ സർക്കിളിൻ്റെ സെൻറ്റർ F ആണ്. അപ്പോൾ ഈ രണ്ട് ഇൻ സർക്കിളിൻ്റെ റേഡിയസ് സെയിം ആണ് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ വെച്ച് നമുക്ക് 1/R + 1/R dash = 1/R dash = 1/R + 1/BD എന്നാണ് ഇതിൽ നിന്ന് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ 3 സൊല്യൂഷൻസ് ആണെന്ന് കാണുക. നമുക്ക് ഫസ്റ്റ് സൊല്യൂഷനിലേക്ക് കടക്കാം. ഇത് സൊല്യൂഷൻ 1 ആണ്. അപ്പോൾ ഇവിടെ ആംഗിൾ ADB എന്നത് തീറ്റയാണ്, ആംഗിൾ CDB എന്നത് അപ്പോൾ നമ്മൾ തീറ്റ എന്ന് ചുമ്മാ കൊടുത്തു. അപ്പോൾ ഇവിടെ ആംഗിൾ ADC എന്നത് ADB എന്നത് CDB എന്നത് എന്താണ്? π - തീറ്റ. അല്ലേ, രണ്ടും കൂടി ഒരു ലൈൻ ആയതുകൊണ്ട് രണ്ടും കൂടി കൂട്ടിയാൽ π വരണം. അങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് എന്ത് കാണാം? കുറച്ച് ഇൻ സർക്കിളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വെർട്ടെക്സിൽ നിന്ന് ഇൻ സർക്കിളിൻ്റെ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ടാൻജൻസിൻ്റെ ലെങ്ത് സെയിം ആയതുകൊണ്ട് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലേക്കുള്ള ലെങ്ത് x ആണ്, y ആണ്, z ആണ്. ഒരു പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ടാൻജൻസിന് സെയിം ലെങ്ത് ആണ്.
നമുക്ക് എക്സ് ആണ് കാണേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് സെമി പെരിമീറ്റർ കാണാം. എന്താണ്? പെരിമീറ്റർ ബൈ 2 ആണ്. ഇതിൽ നമുക്കത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആണ് എന്ന് കാണാൻ കഴിയും. അപ്പോൾ എക്സ് എന്നത് എസ് മൈനസ് വൈ പ്ലസ് സെഡ് ആണ്. വൈ പ്ലസ് സെഡ് എന്നത് ബി സി ആണ്. ബി സിനെയാണ് നമ്മൾ സ്മോൾ എ എന്ന് വിളിക്കുക. അപ്പോൾ ഒരു വെർട്ടെക്സിൽ നിന്ന് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്നത് എസ് മൈനസ് എ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എസ് മൈനസ് എ എന്നും വൈയുടെ സ്ഥാനത്ത് എസ് മൈനസ് ബി എന്നും സെഡിന്റെ സ്ഥാനത്ത് എസ് മൈനസ് സി എന്നൊക്കെ നമുക്ക് എഴുതാൻ കഴിയും. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഇതൊന്നും പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ് എസ് മൈനസ് എന്ന് ആറ് മുന്നേ എഴുതാൻ കഴിയുന്നതാണ്. ഇനി അടുത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇൻ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അത് ഡെൽറ്റ ബേസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആറിന്റെ വാല്യൂ എന്നത് ഡെൽറ്റ ബേസ് ആണ്. ഡെൽറ്റ എന്നത് റൂട്ട് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ഡിവൈഡ് ബേസ് ആണ്. ഇത് നമുക്ക് എസ് മൈനസ് എ ഇൻറ്റു റൂട്ട് എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ബൈ എസ് ഇൻറ്റു എസ് മൈനസ് എന്ന് എഴുതാം. അപ്പോൾ എസ് മൈനസ് എ ഇൻറ്റു ഹാഫ് ആംഗിൾ ഫോർമുല അനുസരിച്ച് സെക്കൻഡ് കിടക്കുന്നത് ടാൻ എ ബൈ 2 ആണ്. അപ്പോൾ ഇൻ റേഡിയസ് കാണാൻ എസ് മൈനസ് എനെ എ ബൈ 2ന്റെ ടാൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്. ആംഗിൾ എ എന്നത് 90 ഡിഗ്രി ആവുന്ന കേസുണ്ട്. അപ്പൊ ഇവിടെ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് മൈനസ് എ ഇൻറ്റു ടാൻ എ ബൈ 2 എന്ന് ഇവിടെ 90 ഡിഗ്രിയാണ്. ഇത് ടാൻ 45 ആയതുകൊണ്ട് എസ് മൈനസ് എ എന്ന് എഴുതാം. അപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഇൻ റേഡിയസ് എന്നത് എസ് മൈനസ് എ ആണ്. ഇത് വെച്ച് കണ്ടുപിടിക്കാം. മറ്റൊരു രീതിയിലും കൂടി നമുക്ക് ഇൻ റേഡിയസ് എസ് മൈനസ് എ ആണെന്ന് കാണാം. എ ബി സി ആണ്. ഇവിടെ നമുക്കൊരു സ്ക്വയർ കിട്ടും.
അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സൈഡ് 6 ആയിട്ടുള്ള സ്കോർ കാണാൻ കഴിയും. അപ്പോൾ എ ബി എന്നത് സി ആയതിനാൽ ടാൻജന്റ് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് സി മൈനസ് ആറാണ്. എ സി എന്നത് ബി ആയതിനാൽ സിയിലേക്കുള്ള ഡിസ്റ്റൻസ് ബി മൈനസ് ആറാണ്. അപ്പോൾ ടാൻജൻസിന്റെ ലെങ്ത് ഈക്വൽ ആയതിനാൽ നമുക്ക് സി എന്നുള്ള രണ്ടാമത്തെ ടാൻജന്റിനെയും ബി ആർന്ന് എഴുതാം. ബിയിൽ നിന്നുള്ള രണ്ടാമത്തെ ടാൻജന്റിനെ സി മൈനസ് ആർന്ന് എഴുതാം. അപ്പോൾ ബി സിയുടെ എടുത്തിട്ട് ടോട്ടൽ ലെങ്ത് എ ആണ്. ബി മൈനസ് ആർ പ്ലസ് സി മൈനസ് ആർ ഈക്വൽ ടു എ എന്ന് വന്നു. അപ്പോൾ ആർ ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 മൈനസ് എ എന്ന് വന്നു. ഇതാണ് എസ് മൈനസ് എ. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഇൻറേഡിയസ് എന്നത് എസ് മൈനസ് എ ആണ്. പിന്നെ നമ്മൾ കണ്ടത് അല്ലെങ്കിൽ ഏതൊരു വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാൽ എസ് മൈനസ് എ ഇൻറ്റു ടാൻ എ ബൈ 2 എന്ന് എഴുതാം. ഒരു പോയിന്റിൽ നിന്ന് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എസ് മൈനസ് എ ആണ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇങ്ങനെയാണ്. നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മളധികം ഐ എക്സ് എന്നിരിക്കട്ടെ. നമ്മൾ ഇൻസർക്കിളിൻ്റെ അധികം നമ്മൾ ഈ സൊല്യൂഷനിൽ അധികം കാണുന്നില്ല. നമ്മൾ ഈ ചെറിയ സർക്കിൾ വെച്ചിട്ടാണ് നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ പോകുന്നത്. മെയിൻലി ഇൻസർക്കിളൊക്കെ വരുന്ന സൊല്യൂഷൻസ് ഒക്കെ നമുക്ക് അടുത്തതിൽ കാണാം. എന്നുവെച്ചാൽ നമ്മൾ ഇൻറേഡിയസ് ഒക്കെ അതിൻ്റെ പൊസിഷനൊക്കെ വെച്ചുകൊണ്ട് നമ്മളുടെ സൊല്യൂഷൻസ് അടുത്ത സൊല്യൂഷൻസിൽ കാണാം. അപ്പോൾ നമ്മൾ എന്തെടുത്തു? സർക്കിളിന്റെ റേഡിയസ് എന്നത് എന്താണ്? ഇൻസർക്കിളിന്റെ റേഡിയസ് എന്നത് നമ്മൾ പഠിച്ചു. ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്. ഈ ആംഗിൾ എ ആണെങ്കിൽ ആർ ഡാഷ് ഈക്വൽ ടു ഈ സൈഡ് എ ആണെങ്കിൽ എസ് മൈനസ് എ ഇൻറ്റു ടാൻ എ ബൈ 2 ആണ്. അപ്പോൾ ഈ ആംഗിൾ ഈ പോയിന്റ് ഡി ആണെങ്കിൽ എസ് മൈനസ് എ എന്നത് നമ്മൾ എ ഡി ആണെന്ന് കണ്ടു. എയിൽ നിന്ന് പോയിന്റ് ഓഫ് ടാൻജൻസിയിലേക്കുള്ള ഡിസ്റ്റൻസ് എസ് മൈനസ് എ ആണ്. അപ്പോൾ ആർ ഡാഷ് നമുക്ക് വേണമെങ്കിൽ എ ഡി ഇൻറ്റു ടാൻ എ ബൈ 2 എന്നും എഴുതാൻ കഴിയും. അല്ലെങ്കിൽ നമ്മളിവിടെ ഒരു റൈറ്റ് ആംഗിൾ കൺസ്ട്രക്ട് ചെയ്താൽ
അപ്പോൾ ആംഗിൾ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ഇൻസെൻറ്റർ. അപ്പോൾ ഇത് എല്ലാം ഇൻസെൻറ്ററും വെർട്ടെക്സിനോട് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ആംഗിൾ ബൈസെക്ടറാണ്. അപ്പോൾ ഇത് A/2 ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് S - A ആണ് നമുക്കറിയാം. നമ്മൾ tan A/2 എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് വന്നു. ഇങ്ങനെയും നമുക്ക് tan A/2 എന്താണ് R' = S - A into tan A/2 എന്ന് എഴുതാം. ഈ രണ്ട് രീതിയിൽ നമുക്ക് S - A into tan A/2 എന്ന്, അല്ലെങ്കിൽ AD into tan A/2. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന എന്താണ് ABD അനുസരിച്ച് രണ്ട് സർക്കിളും കാണാൻ പോവുകയാണ്. അപ്പോൾ ഈ പോയിന്റ് D ആണ്, ഈ പോയിന്റ് P ആണ്, ABD ആണിത്, BCD ആണിത്. രണ്ടിൻ്റെയും റേഡിയസ് R' വെച്ചിട്ടാണ്. ഇത് Q ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ആംഗിൾ തീറ്റ എന്നും ഈ ആംഗിളിനെ π - θ എന്നുമാണ് കൊടുത്തത്. അപ്പോൾ ഈ ഫിഗർ അനുസരിച്ച് നമുക്ക് R' എന്നത് PD ഇൻറ്റു tan θ/2 എന്ന് എഴുതാം. PD ഇൻറ്റു tan θ/2 എന്ന് എഴുതാം. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചതുപോലെ ആ PD യിലേക്കുള്ള ഡിസ്റ്റൻസ് ഇൻറ്റു tan ആംഗിളിൻ്റെ പാതി. ഇവിടെ നമുക്ക് R' DQ ഇൻറ്റു tan π - θ/2 എന്ന് എഴുതാം. അത് DQ cot θ/2 ആണ്. അപ്പോൾ PD tan θ/2 ഉണ്ട്, DQ cot θ/2 ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? PD എന്നത് R' cot θ/2 എന്നത്. രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് DQ എന്നത് R' tan θ/2 എന്ന് വരും. അപ്പോഴോ PDയും DQയും കൂട്ടിക്കഴിഞ്ഞാൽ PDയും DQയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് PQ കിട്ടും. PQ എന്നത് PD പ്ലസ് DQ ആണ്. PD എന്നത് R' cot θ/2 ആണ്. DQ എന്നത് R' tan θ/2 ആണ്.
അപ്പോൾ നമുക്ക് ആർ ഡാഷ് ഇൻറ്റു കോട്ട് തീറ്റ ബൈ 2 പ്ലസ് ടാൻ തീറ്റ ബൈ 2 എന്നെഴുതാം. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു ട്രിഗണോമെട്രി ഇക്വേഷൻ അത് ഇതാണ്. കോട്ട് തീറ്റ ബൈ കോട്ട് എ പ്ലസ് ടാൻ എ എന്നത് 2 കൊസീക് 2a ആണ്. കോട്ട് എ മൈനസ് ടാൻ എ എന്നത് 2 കോട്ട് 2a ആണ്. ഈ രണ്ട് കാര്യം അറിയും. ഇപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷൻ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. അപ്പോൾ ഇത് ആർ ഡാഷ് ഇൻറ്റു 2 കൊസീക് തീറ്റ എന്ന് വന്നു. തീറ്റ വെച്ചുകൊണ്ട് ഡബിൾ തീറ്റയാണ്. അതിൽ നിന്ന് പിക്കുന്നത് ആർ ഡാഷ് ഇൻറ്റു 2 ബൈ സൈൻ തീറ്റ എന്ന് ലഭിച്ചു. ഇനി നമ്മൾ ഇതൊരു ഇക്വേഷൻ കിടക്കട്ടെ. ഇനി നമ്മൾ പി ക്യു തന്നെ മറ്റൊരു രീതിയിൽ കാണാൻ പോവാണ്. ഇപ്പോൾ എ ബി ഡിയും ഇത് പി ആണ്, ബി സി ഡിയും ഇത് ക്യൂ ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമുക്ക് എസ് മൈനസ് ഓപ്പോസിറ്റ് സൈഡ് എസ് മൈനസ് എ ബി ആണ് എന്നറിയാം. നമ്മൾ എസ് മൈനസ് എയുടെ ഇക്വേഷൻ പഠിച്ചല്ലോ. എസ് മൈനസ് ഓപ്പോസിറ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടാൻജന്റ് ലെങ്ത് കിട്ടും. അപ്പോൾ പി ഡി എന്നത് എസ് എന്നത് ഇവിടെ. അപ്പോൾ നമുക്ക് ആദ്യം എസ് മൈനസ് എ എന്ന് വെച്ചാൽ എന്താണെന്നൊന്ന് കണ്ടു നോക്കാം. എസ് മൈനസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അത് എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 മൈനസ് എ ആണ്. അത് ബി പ്ലസ് സി മൈനസ് എ ബൈ 2 ആണ്. അപ്പോൾ രണ്ട് സൈഡ്സ് ആഡ് ചെയ്യുക, എ സബ്ട്രാക്ട് ചെയ്യുക, ബൈ 2നെയാണ് എസ് മൈനസ് എ എന്ന് നമ്മൾ വിളിക്കുക. അപ്പോൾ ഇവിടെ എന്താണ് പി ഡി എന്നത് എസ് മൈനസ് എ ആയതുകൊണ്ട് അത് എ ഡി പ്ലസ് ബി ഡി മൈനസ് എ ബി ബൈ 2 ആണ്. അതുപോലെ ഡി ക്യു എന്നത് ബി ഡി പ്ലസ് ഡി സി മൈനസ് ബി സി ഡിവൈഡ് ബൈ 2. അപ്പോൾ ഇതാണ് പി ഡിയും ഡി ക്യു. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ പി ക്യു ആയി. നേരെ ചെയ്ത് അതേ പ്രൊസീജിയർ. അപ്പോൾ പി ക്യു ഈക്വൽ ടു പി ഡി പ്ലസ് ഡി ക്യു. പി ഡി എന്നത് എ ഡി പ്ലസ് ബി ഡി മൈനസ് എ ബി ബൈ 2 ആണ്. ഡി ക്യു എന്നത് ബി ഡി പ്ലസ് ഡി സി ബി ഡി പ്ലസ് സി ഡി
മൈനസ് ബി സി ബൈ 2 ആണ്. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ലഭിച്ചു? 2BD പ്ലസ് AD പ്ലസ് CD മൈനസ് AB പ്ലസ് BC ഡിവൈഡഡ് ബൈ 2 ആണ്. 2BD പ്ലസ് AD പ്ലസ് CD എന്നത് AD പ്ലസ് CD എന്നത് AC ആണ്. AC എന്ന് പറഞ്ഞാൽ B ആണ്. അപ്പോൾ ഇതിനെ B മൈനസ് AB എന്നത് C ആണ്, BC എന്നത് A ആണ്, ഡിവൈഡഡ് ബൈ 2 ആണ്. ഇതിനെ നമുക്ക് BAD മൈനസ് A പ്ലസ് C മൈനസ് 2/2. അത് നമ്മൾ S മൈനസ് AD ഇക്വേഷൻ കണ്ടതുപോലെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് BD മൈനസ് S മൈനസ് B ആണ്. BD മൈനസ് S പ്ലസ് B എന്നെഴുതാം. അപ്പോൾ അങ്ങനെ PQൻ്റെ രണ്ട് ഇക്വേഷൻസ് ആയി. PQൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ ആണ് BD മൈനസ് S പ്ലസ് B. ഇവിടെ S എന്ന് ഉദ്ദേശിച്ചത് A പ്ലസ് B പ്ലസ് C/2 വലിയ ട്രയാങ്കിളിൻ്റെ സെമി പെരിമീറ്റർ. ഇനി നമ്മൾ ഏരിയ കാണുക. ഏരിയ എന്നത് രണ്ട് കുഞ്ഞു ട്രയാങ്കിൾസിന്റെ ഏരിയസ് ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ ഏരിയ കാണാം. ഇവിടെ B 90 ഡിഗ്രി ആയതിനാൽ ട്രയാങ്കിളിന്റെ ഏരിയ എന്നത് സിയും ബിയും ആയതിനാൽ സിയും ഡെൽറ്റ എന്നത് ഹാഫ് AC ആണ്. അല്ലെങ്കിൽ രണ്ടാമത്തെ രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് രണ്ടാമത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞ് രണ്ട് ട്രയാങ്കിൾസിന്റെ ഏരിയാസ് ആഡ് ചെയ്താണ്. ഡെൽറ്റ ഏരിയ ഓഫ് ട്രയാങ്കിൾ ADB, ഏരിയ ഓഫ് ട്രയാങ്കിൾ CDB. ഇങ്ങനെ രണ്ട് രീതിയിലും അപ്പോൾ നമ്മൾ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യണം.
half AC equal to area of triangle ABD plus area of triangle CBD. അപ്പോൾ എ ബി ഡിയുടെ ഏരിയ എന്നത് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്നത് ആറിൻ്റെ എസ് ആണല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണ്, ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ പ്രൂവ് ചെയ്താണ്. ഇൻറീഡിയസിൻ്റെ സെമി പെരിമീറ്റർ ആണ് ഏരിയ. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഇൻറീഡിയസ് ആർ ഡാഷ് തന്നെയാണ്. അപ്പോൾ ആർ ഡാഷ് ഇൻറ്റു S1 ആർ ഡാഷ് ഇൻറ്റു S2. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ ഇൻറീഡിയസ് എ ബി ഡിയുടെ സെമി പെരിമീറ്റർ എന്നത് എ ബി പ്ലസ് ബി ഡി പ്ലസ് ഡി എ ഡിവൈഡ് ബൈ 2 ആണ്. രണ്ടാമത്തെ ഇൻറീഡിയസ് എന്നത് ബി സി പ്ലസ് ബി ഡി പ്ലസ് ഡി സി ഡിവൈഡ് ബൈ 2 ആണ്. ആർ ഡാഷ് ഇൻറ്റു ആർ ഡാഷ് ഔട്ട് സൈഡ് എടുത്ത് എന്ത് വരും? എ ബി പ്ലസ് ബി സി പ്ലസ് ഡി എ പ്ലസ് ഡി സി പ്ലസ് 2BD ഡിവൈഡ് ബൈ 2. രണ്ടിനെ സെമി പെരിമീറ്റേഴ്സ് ആഡ് ചെയ്തു. അപ്പോൾ ഡി എ പ്ലസ് ഡി സി നമുക്ക് എ സി ആണെന്ന് കാണാം അല്ലേ. ഇവിടെ ഡി എയും ഡി സിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അത് എ സി ആണ്. എ സി എന്ന് പറഞ്ഞാൽ ബി ആണ്. അപ്പോൾ ആർ ഡാഷ് ഇൻറ്റു എ ബി എന്നത് ബി ആണ്, സി ആണ്. ബി സി എന്നത് എ ആണ്, എ സി എന്നത് ബി ആണ്. 2BD ബൈ 2 എന്ന് പറയും. അപ്പോൾ നമുക്ക് ഹാഫ് എ സി ഇൻറ്റു AC is half AC is equal to R dash into BD plus A plus V plus C by 2 എന്ന് പറയും. അപ്പോൾ A plus V plus C by 2 എന്നത് S ആണ്. ഹാഫ് AC equal to R dash into BD plus S. അപ്പം ഇങ്ങനെ എഴുതാം ഏരിയ അല്ലേ. അപ്പോൾ നമുക്ക് ഏരിയ ഇങ്ങനെ കിട്ടി. പക്ഷെ നമുക്ക് ആർ ഡാഷിന് നമുക്ക് ഫസ്റ്റ് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടില്ല. അത് വെച്ചുകൊണ്ട് നമുക്ക് ആർ ഡാഷ് കണ്ടുപിടിക്കാം. ഇവിടെ ആർ ഡാഷ് എന്നത് PQ by 2 ഇൻറ്റു സൈൻ തീറ്റയാണ്. ഈ ഫിഗർ അനുസരിച്ച് സൈൻ തീറ്റ എന്നത് അത് എച്ച് ബൈ സൈൻ തീറ്റ എന്നത് എച്ച് ബൈ ബി ഡി ആണ്. നമ്മൾ ആ ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ബി ഡിയും ആണെങ്കിൽ ഇവിടെ സൈൻ തീറ്റ എന്നത് എച്ച് ബൈ ബി ഡി എന്ന് കൊടുക്കുക. ഇത് നമുക്ക് ഇക്വേഷൻ 1 ആയി കൊടുക്കാം.
ഈ ഇക്വേഷൻ 1 ആർ ഡാഷിന് അവിടെ നമുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹാഫ് എ സി ഈക്വൽ ടു പി ക്യു ബൈ 2 ഇൻറ്റു എച്ച് ബൈ ബി ഡി ഇൻറ്റു ബി ഡി പ്ലസ് എസ് എന്ന് എഴുതാം. ആർ ഡാഷിന് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് എന്താണ് പി ക്യൂവിൻ്റെ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ. പി ക്യൂവിൻ്റെ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഇത് സെക്കൻഡ് ഇക്വേഷനാണ്. ഈ സെക്കൻഡ് ഇക്വേഷൻ എടുക്കാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് വരും? പി ക്യൂവിൻ്റെ സ്ഥാനത്ത് നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ കണ്ടുപിടിച്ച് വരും. അപ്പോൾ നമുക്ക് ഹാഫ് എ സി, അപ്പോൾ രണ്ട് സൈഡിലും 2 കട്ട് നോക്കട്ടെ. ഹാഫ് എ സി ഈക്വൽ ടു ഹാഫ് എ സി ഈക്വൽ ടു പി ക്യു എന്നത് വി ഡി മൈനസ് എസ് പ്ലസ് ബി ആണ് ഡിവൈഡ് ബൈ 2 by 2 into h by bd into bd plus s എന്ന് കിട്ടി. അപ്പോൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എ സി ബൈ എച്ച് ഇൻറ്റു ബി ഡി എന്നത് ബി ഡി മൈനസ് എസ് പ്ലസ് ബി ഇൻറ്റു ബി ഡി പ്ലസ് എസ് എന്ന് നമുക്ക് ലഭിക്കും. ഇനി നമ്മൾ എന്താണ് എ സി ബൈ എച്ച് എന്താണെന്ന് നോക്കാം. നമ്മൾ രണ്ട് രീതിയിൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുക. ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്, ഇത് എച്ച് ആണ്, 90 ഡിഗ്രി ആണ്. അപ്പോൾ ഒരു ഏരിയ ഒരു രീതിയിൽ കാണുന്നത് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ബി ആണ്. ആംഗിൾ സി 90 ഡിഗ്രി. ക്ഷമിക്കണം, ഇത് എ ആണ്, ഇത് സി ആണ്, ഇത് ബി ആണ്. ഇങ്ങനെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്നത് ഒന്നില്ലെങ്കിൽ ഹാഫ് ഇൻറ്റു എ ഇൻറ്റു സി ആണ്, അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എ സി ബൈ എച്ച് എന്ന് വെച്ചാൽ ബി എന്ന് കിട്ടും. അപ്പോൾ എ സി ബൈ എച്ചിന് ബി എന്ന് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് ലഭിച്ചു? ബി ഡി ഇൻറ്റു ബി, ബി ഡി മൈനസ് എസ് പ്ലസ് ബി, ബി ഡി പ്ലസ് എസ് എന്ന് കിട്ടി. അപ്പോൾ ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം രണ്ടും കൂടി. അപ്പോൾ ബി ഡി ഇൻറ്റു ബി ഡി, ബി ഡി ഇൻറ്റു ബി, ബി ഡി ഇൻറ്റു ബി ഡി പ്ലസ് ബി ഡി ഇൻറ്റു എസ് മൈനസ് എസ് പ്ലസ് ബി പ്ലസ് മൈനസ് എസ് പ്ലസ് ബി ഇൻറ്റു എസ് എന്ന്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ലഭിച്ചു? ബി ഡി ഇൻറ്റു ബി ഈക്വൽ ടു ബി ഡി സ്ക്വയർ പ്ലസ് ബി ഡി ഇൻറ്റു ബി മൈനസ് എസ് ഇൻറ്റു എസ് മൈനസ് ബി എന്ന് ലഭിച്ചു. അപ്പോൾ നമുക്ക് ബി ഡി ഇൻറ്റു ബി രണ്ട് സൈഡിലും കട്ടായി പോയി. ബി ഡി സ്ക്വയർ ഈക്വൽ ടു എസ് ഇൻറ്റു എസ് മൈനസ് ബി എന്ന് ലഭിച്ചു. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, എസ് മൈനസ് ബി എന്നത്
ഇൻ റേഡിയസ് ആണ് അല്ലേ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഇൻ റേഡിയസ് എന്നത് ഇത് ഓപ്പോസിറ്റ് ബി ആണെങ്കിൽ ഇൻ റേഡിയസ് എന്നത് എസ് മൈനസ് ബി ആണെന്ന് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്തു. എക്സ് മൈനസ് ബി കളഞ്ഞിട്ട് നമുക്ക് ആർ ഇൻറ്റു എസ് എന്ന് എടുക്കാം. ഇനി നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈ ഇക്വേഷൻ അവിടെ കിടക്കും 3. അപ്പോൾ ഏതാണ് നമ്മളിപ്പോൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷനാണ്. ഹാഫ് എ സി ഈക്വൽ ടു ആർ ഡാഷ് ഇൻറ്റു ബി ഡി പ്ലസ് എസ്. ഇതൊരു എ ഇക്വേഷൻ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ എ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കും? ഹാഫ് എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഡാഷ് ഇൻറ്റു എസ് പ്ലസ് ബി ഡി ആണ്. അത് തന്നെയാണ് ആർ ഇൻറ്റു എസ് നമുക്കറിയാം അല്ലേ. ഇൻ റേഡിയസ് ഇൻറ്റു സെമി പെരിമീറ്റർ ആണ് ഏരിയ മറ്റൊരു രീതിയിൽ നമ്മൾ കണ്ടുപിടിച്ച് 2 ട്രയാങ്കിൾസ് ആഡ് ചെയ്യുമ്പോൾ ആർ ഡാഷ് ഇൻറ്റു എസ് പ്ലസ് ബി ഡി എന്ന് കിട്ടും. നമ്മളെല്ലായിടത്തും അപ്പോൾ എന്ത് കിട്ടി? ആർ ഡാഷ് എസ് പ്ലസ് ആർ ഡാഷ് ബി ഡി ഈക്വൽ ടു ആർ ഇൻറ്റു എസ് എന്ന് കിട്ടും. നമ്മളിവിടെ എല്ലായിടത്തും ആർ ഇൻറ്റു ആർ ഡാഷ് ഇൻറ്റു ബി ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആർ ഡാഷ് എസ് ബൈ ആർ ഡാഷ് ബി. അപ്പോൾ ഇങ്ങനെ വന്നു. ആർ ഇൻറ്റു ആർ ഡാഷ് ഇൻറ്റു ഇങ്ങനെ വന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലായിടത്തും ഡിവൈഡ് ബൈ ആർ ഡാഷ് എസ്. ആർ ഡാഷ് എസ് കൊണ്ട് എല്ലായിടത്തും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആർ ഡാഷ് എസ് ബൈ ആർ ഡാഷ് എസ് പ്ലസ് ആർ ഡാഷ് ബി ഡി ബൈ ആർ ഡാഷ് എസ് ഈക്വൽ ടു ആർ ഇൻറ്റു എസ് ബൈ ആർ ഇൻറ്റു ആർ ഡാഷ് ഇൻറ്റു എസ്. അപ്പോൾ ആർ ഡാഷ് എസ് കട്ടായി പോകുമ്പോൾ ഇവിടെ 1/r ആണ്. ഇവിടെ നമുക്ക് ബി ഡി ബൈ ആർ ഇൻറ്റു എസ് എന്ന് എഴുതാം. 1/r ഡാഷ് എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച തേർഡ് ഇക്വേഷൻ അനുസരിച്ച് ആർ ഇൻറ്റു എസിന് ബി ഡി സ്ക്വയർ എന്ന് കൊടുക്കാം. 1/r പ്ലസ് ബി ഡി ബൈ ബി ഡി സ്ക്വയർ ഈക്വൽ ടു 1/r ഡാഷ് എന്ന്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് 1/r ഡാഷ് ഈക്വൽ ടു 1/r പ്ലസ് 1/bd നമ്മൾ പ്രൂവ് ചെയ്തു. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സൊല്യൂഷൻ. ഇനി നമുക്ക് സെക്കൻഡ് സൊല്യൂഷനിലേക്ക് കടക്കാം. അവിടെ സെക്കൻഡ് സൊല്യൂഷൻ അനുസരിച്ച് എന്താണ് മക്കളെ, നമുക്കിതിനകത്ത് നോക്കിയ ഒരു കാര്യം മനസ്സിലാവും. എ കോമ ഇ കോമ ഐ കൊളീനിയർ ആണ്, ഒരു ലൈനിൽ കിടക്കാണ്. സി കോമ എഫ് കോമ ഐയും കൊളീനിയർ ആണ്. എ കോമ ഇ കോമ ഐയും ലൈനിൽ കിടക്കാണ്, സി കോമ എഫ് കോമ ഐയും ലൈനിൽ കിടക്കാണ്. എങ്ങനെ വരിക അത് കൊളീനിയർ ആവുക? ആംഗിൾ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഇൻസെന്റർ. അപ്പോൾ ഇവിടെ ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഇൻസെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് ഈ ആംഗിളിന്റെ ബൈസെക്ടറിൽ കിടക്കാണ്. ഈ ഇൻസെൻറ്റർ, ആദ്യത്തെ ഇൻസെൻറ്റർ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് ആംഗിൾ ബൈസെക്ടറിൽ കിടക്കാണ്. അതുപോലെയോ വലിയ സർക്കിളിന്റെ ആംഗിൾ ബൈസെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻസെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എവിടെ കിടക്കുകയാണ്? അതിനകത്ത് ആംഗിൾ ഉണ്ടല്ലോ, സൈഡ് വെർട്ടെക്സ് ഉള്ളതുകൊണ്ട് അതും ആംഗിൾ ബൈസെക്ടറിൽ കിടക്കാണ്. അപ്പോൾ ഈ കോമ ഐ ലൈസ് ഓൺ ആംഗിൾ ബൈസെക്ടർ ഓഫ് ഏടെ ആംഗിൾ ബൈസെക്ടറിലാണ് ഈ യും കിടക്കുന്നത്. അതുകൊണ്ട് ഇത് എന്താണ്? കൊളീനിയർ എ ഇ ആയി. പിന്നെ അതുമല്ല, സെൻട്രലിൽ നിന്ന് ടാൻജന്റിലേക്ക് വരയ്ക്കുന്ന പോയിന്റ് 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെയോ നമ്മൾ എ ഇ ആയി വരുന്ന ട്രയാങ്കിൾസ് എടുക്കാം. എ ഇ ഐ, ഇത് പി ആണ്, ഇത് എക്സ് ആണ്. ഇവിടെയോ? ഇവിടെ ബി, ബി അല്ല സി ആണ്. സി ഐ എക്സ് എഫ് ക്യു. അപ്പൊ ഇങ്ങനത്തെ ഒരു ട്രയാങ്കിൾ കിട്ടി. അപ്പൊ ഈ ആംഗിൾ എ ബൈ 2 ആണെന്ന് അറിയാം, ആംഗിൾ ബൈസെക്ടർ അല്ലേ. ഇത് സി ബൈ 2 ആണ്. അത് നമ്മൾ ടാൻ എ ബൈ 2 എടുക്കുകയാണ്. അപ്പോൾ ഇ പി എന്നത് ആർ ഡാഷും ഐ എക്സ് എന്നത് ആറും ആണ്. ഇ പി എന്നത് റേഡിയസ് ഓഫ് ഇൻസർക്കിളും ഐ എക്സ് എന്നത് റേഡിയസ് ഓഫ് സർക്കം സർക്കിളും ആണ്. അതുപോലെ ഐ ഡാഷ് എന്ന് പറഞ്ഞു റേഡിയസ് ഓഫ് വലിയ സർക്കിൾ ഇൻസർക്കിളും ആണ്. ഐ എക്സ് ഇവിടെ ആറിലാണ്, എഫ് യു എന്ന് പറഞ്ഞാൽ ഇവിടെയും ആർ ഡാഷ് തന്നെയാണ്, നമുക്കറിയാം. ഇനി നമ്മൾ ടാൻ എ ബൈ 2 എടുക്കുകയാണ്. അത് ആർ ഡാഷ് ബൈ എ പി ഈക്വൽ ടു ആർ ബൈ എക്സ് എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് ആർ ഡാഷ് ബൈ ആർ എന്നത് എ പി ബൈ എ എക്സ് ആണ് എന്ന് കാണാൻ കഴിയും. രണ്ടാമത്തെ ട്രയാങ്കിളിൽ നമുക്ക് ടാൻ സി ബൈ 2 എടുക്കാം. അത് എഫ് ക്യു സിയിൽ ടാൻ സി ബൈ 2 എന്നത് ആർ ഡാഷ് ബൈ സി ക്യു ആണ്. ഐ എക്സ് സിയിൽ ടാൻ സി ബൈ 2 എന്നത് ആർ ബൈ സി എക്സ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് ആർ ഡാഷ് ബൈ ആർ എന്നത് സി ക്യു ബൈ സി എക്സ് എന്ന് ലഭിക്കും. രണ്ടും ആർ ഡാഷ് ബൈ ആർ തന്നെയാണ്. അപ്പോൾ ഇക്വേറ്റ് ചെയ്യാം. എ പി ബൈ എക്സ് ഈക്വൽ ടു സി ക്യു ബൈ സി എക്സ്.
ഇനി എന്താണ്? അപ്പോൾ ഇത് എന്താണ്? റേഷ്യോ ആണല്ലോ. അപ്പോൾ നമുക്ക് ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്താലും സെയിം റേഷ്യോ ആണ്. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിലും പരസ്പരം ആഡ് ചെയ്താലും സെയിം റേഷ്യോ ആണ് വരിക. എ പി പ്ലസ് സി ക്യൂ ഡിവൈഡഡ് ബൈ എ എക്സ് പ്ലസ് സി എക്സ് എന്ന് ലഭിക്കും. അപ്പോൾ നമുക്ക് ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ എക്സും സി എക്സും കൂട്ടിയാൽ കിട്ടുന്നത് എ സി ആണ്. എക്സും സി എക്സും കൂട്ടിയാൽ നമുക്ക് എ സി കിട്ടും. അപ്പോൾ എ പി പ്ലസ് സി ക്യൂ ബൈ എ സി എന്ന് കിട്ടും. ഇനി നമുക്ക് എ പിയും സി ക്യൂവും കാണാം. അപ്പോൾ ഇത് എ സി എന്നത് ബി ആണെന്ന് നമുക്കറിയാം. എ പി പ്ലസ് സി ക്യൂ ബൈ ബി ആണ്. ഇനി നമ്മൾ എ പി സി ക്യൂ കാണാൻ പോവാണ്. അപ്പോൾ എ പി എന്നതോ ടാൻജന്റിലേക്കുള്ള ലെങ്ത് നമുക്ക് എന്താണെന്ന് അറിയാം. ടാൻജന്റിലേക്കുള്ള ലെങ്ത് നമുക്ക് ഇത് എ ബി സി ഡി ആണ്. അപ്പോൾ ഈ ലെങ്ത് നമുക്ക് വേണ്ടത് എ പിയും സി ക്യൂവുമാണ്. അപ്പോൾ എ പി എന്നത് ഒരു വെർട്ടെക്സിൽ നിന്ന് ആ ടാൻജന്റ് ഇൻസെൻറ്ററിലേക്കുള്ള പോയിന്റ് ഓഫ് ടാൻജൻസ് ഇൻസെൻറ്ററിലേക്കുള്ള ടാൻജന്റ് ലെങ്ത് ആണ്. അത് എസ് മൈനസ് എ ആണെന്ന് അറിയാം. അപ്പോൾ എ പി എന്ന് പറഞ്ഞാൽ എസ് മൈനസ് എ എന്നത് ബി പ്ലസ് സി മൈനസ് എ ബൈ 2 ആണെന്ന് അറിയാം. അപ്പോൾ എ പി എന്നത് എ ഡി പ്ലസ് എ ബി മൈനസ് ബി ഡി ബൈ 2 ആണ്. അതുപോലെ സി ക്യു എന്നത് സി എന്ന പോയിന്റിൽ നിന്ന് ഇൻ സർക്കിളിലേക്കുള്ള ടാൻജന്റ് ലെങ്ത് ആണ്. അത് സി ഡി പ്ലസ് ബി സി മൈനസ് ബി ഡി ബൈ 2 ആണ്. എസ് മൈനസ് എ എടുത്തു. അതാണ് ടാൻജന്റ് ലെങ്ത് വെർട്ടെക്സിൽ നിന്നുള്ള. എന്നിട്ട് അത് രണ്ടും നമുക്ക് ആ ഡാഷ് ബൈ ആറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് രണ്ടും അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് വരും? എ പി പ്ലസ് സി ക്യൂ എന്തായി? എ പി എന്നത് എ ഡി പ്ലസ് എ ബി മൈനസ് ബി ഡി ഡിവൈഡഡ് ബൈ 2 പ്ലസ് സി ഡി പ്ലസ് ബി സി മൈനസ് ബി ഡി ഡിവൈഡ് ബൈ 2. സി ഡി പ്ലസ് ബി സി മൈനസ് ബി ഡി ഡിവൈഡ് ബൈ 2. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എ ബി പ്ലസ് ബി സി പ്ലസ് എ ഡി പ്ലസ് സി ഡി മൈനസ് 2 ബി ഡി ഡിവൈഡ് ബൈ 2 ആണ്.
അപ്പോൾ എ ബി എന്നത് സി ആണ്, ബി സി എ ആണ്, എ ഡി പ്ലസ് ബി സി എന്നത് എ സി ആണ്, അത് ബി ആണ്. ഡിവൈഡ് ബൈ 2 മൈനസ് ബി ഡി എന്ന് നമുക്ക് എസ് മൈനസ് ബി ഡി എന്ന് കിട്ടും. എ പി പ്ലസ് സി ക്യു കിട്ടി. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ? ആർ ഡാഷ് ബൈ ആറിൻ്റെ ഒരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ ആർ ഡാഷ് ബൈ ആർ ഈക്വൽ ടു എന്താണ്? എ പി പ്ലസ് സി ക്യു ബൈ ബി ആണ്. അത് എസ് മൈനസ് ബി ഡി ബൈ ബി ആണ്. ഇതാണ് ആർ ഡാഷ് ബൈ ആറിൻ്റെ ഒരു ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ആ ട്രയാങ്കിളിൽ നിന്ന് ടാൻ എ ബൈ ടു ടാൻ സി ബൈ ടും വെച്ചുകൊണ്ട് ആർ ഡാഷ് ബൈ ആർ കണ്ടുപിടിച്ചു. അതിനകത്തേക്ക് നമ്മൾ എ പിയും സിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്തത് ഫസ്റ്റ് ഇക്വേഷൻ ആണ്. ഇനി നമുക്ക് ആർ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറിൻ്റെ എസ് അല്ലേ ഏരിയ. അപ്പോൾ ആർ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് രണ്ടും ആർ ഡാഷ് ആണ്. അപ്പോൾ ഈ ഡെൽറ്റ ബൈ എസ് ആണ് ആർ ഡാഷ് നമുക്കറിയാം. അപ്പോൾ ആർ ഡാഷ് ഈക്വൽ ടു ഒന്നില്ലെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി ഡിവൈഡഡ് ബൈ അതിൻ്റെ എസ് വൺ, അല്ലെങ്കിൽ രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ ഇൻ റേഡിയൈ ആർ ഡാഷ് തന്നെയാണ്. ട്രയാങ്കിൾ ബി സി ഡി ബൈ എസ് വൺ പ്ലസ് എസ് ടു. ഇത് റേഷ്യോ ആയതുകൊണ്ട് നമുക്ക് ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടാം, ഡിനോമിനേറ്റർ തമ്മിലും കൂട്ടാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി, ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി സി ഡി, റെസ്റ്റ് വരുന്നു, ബൈ എസ് വൺ പ്ലസ് എസ് ടു എന്ന് കിട്ടി. ഡിനോമിനേറ്റർ തമ്മിൽ ആഡ് ചെയ്തു, ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്തു. എ ബിയുടെ ഏരിയയും ബി സിയുടെ ഏരിയ കൊണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ എ ബി സിയുടെ ഏരിയ ബൈ എസ് വൺ പ്ലസ് എസ് ടു. എ ബി സിയുടെ ഏരിയ എന്നത് ആറിൻ്റെ എസ് ആണ്, ബൈ എസ് വൺ പ്ലസ് എസ് ടു. അപ്പോൾ എസ് വൺ എന്ന് വെച്ചാൽ ആദ്യത്തെ സെമി പെരിമീറ്റർ ആണ്. അതെന്താണ്? എ ബി പ്ലസ് എ ഡി പ്ലസ് ബി ഡി ഡിവൈഡ് ബൈ 2 ആണ്. എസ് ടു എന്നത് രണ്ടാമത്തെ സെമി പെരിമീറ്റർ ആണ്, ബി സി പ്ലസ് സി ഡി പ്ലസ് ബി ഡി ഡിവൈഡ് ബൈ 2 ആണ്. നമ്മൾ എസ് വൺ പ്ലസ് എസ് ടു എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ ബി പ്ലസ് ബി സി പ്ലസ് എ ഡി പ്ലസ് സി ഡി പ്ലസ് 2 ബി ഡി ഡിവൈഡ് ബൈ 2 ആണ്. ഇതിൽ നിന്ന് നമുക്ക് എസ് വൺ പ്ലസ് എസ് ടു എന്നത് ആദ്യത്തത് എ ബി എന്നത് സി ആണ്, ബി സി എന്നത് എ ആണ്, ബി സി എന്നത് എ ആണ്,
എ ഡി പ്ലസ് സി ഡി എന്നത് എ സി ആണ്. എ സി എന്ന് പറഞ്ഞാൽ ബി ആണ്. പ്ലസ് 2BD ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞു. ഇതെന്താ? എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 പ്ലസ് ബി ഡി എന്ന് പറഞ്ഞു. എ പ്ലസ് ബി പ്ലസ് ബി ബൈ 2 എന്നത് എസ് ആണ്. അപ്പോൾ എസ് എന്താണ്? S1 പ്ലസ് S2 എന്നത് എസ് പ്ലസ് ബി ഡി എന്ന് പറഞ്ഞു. എസ് എന്ന് പറഞ്ഞാൽ വലിയ ട്രയാങ്കിളിൻ്റെ ഇൻസെൻറ്റർ. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? ആർ ഡാഷ് ഈക്വൽ ടു ആർ ഇൻറ്റു എസ് ബൈ എസ് പ്ലസ് ബി ഡി എന്ന്. അപ്പോൾ ആർ ഡാഷ് ബൈ ആർ എന്നത് എസ് ബൈ എസ് പ്ലസ് ബി ഡി എന്ന്. ആർ ഡാഷ് ബൈ ആറിനെ നമ്മൾ രണ്ട് ഇക്വേഷൻസ് കണ്ടുപിടിച്ചു. നമ്മൾ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യണം. ഫസ്റ്റത്തെ ഇക്വേഷൻ ഏതായിരുന്നു? ഇതായിരുന്നു ഫസ്റ്റ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടി നമ്മൾ ഇനി ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ കൂടി ഇക്വേറ്റ് ചെയ്താൽ ഫസ്റ്റത്തിൽ ആർ ഡാഷ് ബൈ ആർ എന്നത് എസ് മൈനസ് ബി ഡി ബൈ ബി ആണ്. രണ്ടാമത്തിൽ ആർ ഡാഷ് ബൈ എന്നത് എസ് ബൈ എസ് പ്ലസ് ബി ഡി ആണ്. അപ്പോൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എസ് മൈനസ് ബി ഡി ഇൻറ്റു എസ് പ്ലസ് ബി ഡി എന്നത് ബി ഇൻറ്റു എസ് ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ബി ഡി സ്ക്വയർ ഈക്വൽ ടു ബി ഇൻറ്റു എസ് എന്നാണ്. അപ്പോൾ ബി ഡി സ്ക്വയർ എന്നത് എക്സ് സ്ക്വയർ മൈനസ് ബി എസ് ആണ്. ബി ഡി എന്നത് റൂട്ട് എസ് ഇൻറ്റു എസ് മൈനസ് ബി ആണ്. അപ്പോൾ ബി ഡി കിട്ടി. ഇതാണ് നമ്മുടെ ബി ഡി. ഇനി എന്താ മക്കളെ? ഇപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടിയില്ല, അതവിടെ കിടക്കട്ടെ. 3 നമ്മൾ ആർ ഡാഷ് ബൈ ആർ വീണ്ടും എടുത്തു. നേരത്തെ കണ്ടുപിടിച്ച ആർ ഡാഷ് ബൈ ആർ വീണ്ടും എടുത്തു. അതെന്തൊക്കെയായിരുന്നു? ആർ ഡാഷ് ബൈ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഇക്വേഷൻ അനുസരിച്ച് അത് രണ്ടാമത്തെ ഇക്വേഷൻ എസ് ബേസ് പ്ലസ് ബി ഡി ആണ്. ഫസ്റ്റത്തെ ഇക്വേഷൻ അനുസരിച്ച് എസ് മൈനസ് ബി ഡി ബൈ ബി ആണ്. നമുക്ക് ന്യൂമറേറ്റർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം, ഡിനോമിനേറ്റർ തമ്മിലും സബ്ട്രാക്ട് ചെയ്യാം, റേഷ്യോ ആയതുകൊണ്ട്. അപ്പോൾ എസ് മൈനസ് ബി ഡി എസ് പ്ലസ് ബി ഡി മൈനസ് ബി എന്ന്. അപ്പോൾ ഇത് ബി ഡി ബൈ എസ് മൈനസ് ബി പ്ലസ് ബി ഡി എന്ന്. അപ്പോൾ ബി ഡിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റൂട്ട് എസ് ഇൻറ്റു എസ് മൈനസ് ബി ബൈ എസ് മൈനസ് ബി പ്ലസ് റൂട്ട് എസ് ഇൻറ്റു എസ് മൈനസ് ബി. അപ്പോൾ എല്ലായിടത്തും റൂട്ട് എസ് മൈനസ് ബി ഉണ്ടല്ലോ. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? ആർ ഡാഷ് ബൈ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് എസ് ബൈ റൂട്ട് എസ് മൈനസ് ബി പ്ലസ് റൂട്ട് എസ് എന്ന്. അപ്പോൾ ഇങ്ങനെ കിട്ടി. ആർ ഡാഷ് ബൈ ആർ ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ ഇതെന്ത് ചെയ്തു? രണ്ട് സൈഡും എന്താണ് മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് എടുത്തു. അപ്പോൾ ആർ ബൈ ആർ ഡാഷ് ഈക്വൽ ടു റൂട്ട് എസ് മൈനസ് വി പ്ലസ് റൂട്ട് എസ് ബൈ റൂട്ട് എസ് എന്ന്. അപ്പോൾ ഇതെന്താണ്? 1 പ്ലസ്
റൂട്ട് എസ് മൈനസ് വി ബൈ എസ് എന്ന് തോന്നുന്നു. 1/r ഡാഷ് എന്ന് പറഞ്ഞാൽ 1/r പ്ലസ് 1/r ഇൻറ്റു റൂട്ട് എസ് മൈനസ് വി ബൈ റൂട്ട് എക്സ്. മുകളിൽ എന്താണ് നമ്മൾ റൂട്ട് എസ് മൈനസ് വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1/r പ്ലസ് 1/r ഇൻറ്റു എസ് മൈനസ് വി ബൈ റൂട്ട് എസ് ഇൻറ്റു എസ് മൈനസ് വി എന്ന് എഴുതാം. പിന്നെ നമുക്ക് എന്തറിയാം, ആംഗിൾ ബി 90 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ ബി 90 ഡിഗ്രി ആയതുകൊണ്ട് r equal to s minus b ആണ്. അത് കണ്ടല്ലോ, എസ് മൈനസ് എ ഇൻറ്റു ടാൻ എ ബൈ 2. അപ്പോൾ ഇവിടെ ബി 90 ഡിഗ്രി ആകുമ്പോൾ എസ് മൈനസ് ബി എന്ന് എഴുതാം. അപ്പോൾ എസ് മൈനസ് ബി കളഞ്ഞിട്ട് നമ്മൾ ആർന്ന് കൊടുക്കും. പിന്നെ ഇത് കുറച്ച് മുമ്പ് നമ്മൾ ബി ഡിയുടെ ഒരു ഇക്വേഷൻ കണ്ടിരുന്നു, തേർഡ് ഇക്വേഷൻ 3 കണ്ടിരുന്നു. അപ്പോൾ റൂട്ട് എസിൻ്റെ എസ് മൈനസ് ബി ബി ഡി ആണ്. അപ്പോൾ 6 കട്ടായി പോയിടാ, എന്ത് കിട്ടി? 1/r ഡാഷ് ഈക്വൽ ടു 1/r പ്ലസ് 1/vd. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ഇതാണ് സെക്കൻഡ് സൊല്യൂഷൻ. ഇനി നമുക്ക് മൂന്നാമത്തെ സൊല്യൂഷനിലേക്ക് കടക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെയിൻലി ട്രിഗണോമെട്രി ഉപയോഗിച്ചിട്ടാണ്, ടാൻ എ പ്ലസ് ബി ഇക്വേഷൻ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വേണ്ടത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഫിഗറൊക്കെ ഒന്ന് കാണാം. ഇപ്പോൾ ഇവിടെ ബീറ്റാവണും അപ്പോൾ ബിയിൽ നിന്നുള്ള 2 ടാൻജൻസ് ആണ് ബി എയും ബി ഡിയും. അപ്പോൾ എന്താണ് അത് സെയിം ആംഗിൾസ് ആയിരിക്കണം, സെൻറ്ററായിട്ട് ജോയിൻ ചെയ്യുന്ന ആംഗിളുമായി ഉണ്ടാക്കേണ്ടത്. അല്ലെങ്കിൽ ഇൻ സെൻറ്റർ എന്നത് ആംഗിൾ ബൈസെക്ടർ ആണ്. അപ്പോൾ ആംഗിൾ എ ബി ഡിയുടെ പാതിയാണ് ബീറ്റ1. ആംഗിൾ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ഇൻ സെൻറ്റർ. അതിനാൽ ബീറ്റ1 എന്നത് ആംഗിൾ എ ബി ഡിയുടെ പാതിയാണ്. ആംഗിൾ എ ബി ഡിയുടെ പാതിയാണ്. അതുപോലെ അവിടെ ഒരു ആംഗിൾ ബൈസെക്ടർ ആണ് ബി എഫ്. അപ്പോൾ ബീറ്റ2 എന്നത് ആംഗിൾ സി ബി ഡിയുടെ പാതിയാണ്. നമുക്ക് ബീറ്റ1 പ്ലസ് ബീറ്റ2 ആണ്. നമുക്ക് ആംഗിൾ എ ബി ഡി അപ്പോൾ ആംഗിൾ സി ബി ഡി ബൈ 2 ആണ്. ആംഗിൾ എ ബി ഡിയും ആംഗിൾ സി ബി ഡിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ആംഗിൾ ബി ആണ്, ആംഗിൾ ബി ബൈ 2. ആംഗിൾ ബി എന്നത് നമുക്ക് 90 ഡിഗ്രി ആണ് എന്ന് അറിയാം. ഓക്കെ, നമുക്ക് 45 ഡിഗ്രി എന്ന് കിട്ടി. ഇതാണ് ബീറ്റ1 പ്ലസ് ബീറ്റ2. നമ്മൾ ടാൻ ബീറ്റ1 പ്ലസ് ബീറ്റ2 ആണ് കാണാൻ പോകുന്നത്. അതിനു മുമ്പായി നമുക്ക് ടാൻ ബീറ്റ1ഉം ടാൻ ബീറ്റ2 ഈ ഫിഗറിൽ നിന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ആ ഫിഗറിൽ നോക്കുമ്പോൾ ഇത് ആർ ഡാഷ്
നമുക്ക് ആ ഫിഗർ ഒന്നുകൂടി ഒന്ന് വരയ്ക്കുമ്പോൾ അവിടെ നമുക്ക് 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് കാണാൻ കഴിയും. ഇത് ബി ആണ്, ഇത് ഇ ആണ്, ഇത് എഫ് ആണ്, ഇത് ആർ ഡാഷ് ആണ്, ഇത് ആർ ഡാഷ് ആണ്. അപ്പോൾ ടാൻജൻസിന്റെ ലെങ്ത് സെയിം ആയതുകൊണ്ട് ഇത് നമുക്ക് ഇത് ബീറ്റ 1ഉം ഇത് ബീറ്റ 2ഉമാണ്. അപ്പോൾ ഈ ലെങ്ത് നമുക്ക് ടാൻജൻസിന്റെ ലെങ്ത് സെയിം ആയതുകൊണ്ട് നമുക്ക് y2 എന്നും, ടോട്ടൽ ലെങ്ത് നമുക്ക് ടാൻജൻസിന്റെ ലെങ്ത് സെയിം ആയതുകൊണ്ട് x2 എന്നും എടുക്കാം. അപ്പോൾ ഈ ട്രയാങ്കിൾ ടാൻ ബീറ്റ 1 എടുത്താൽ എന്ത് വന്നു? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് r ഡാഷ് ബൈ y2. അടുത്തോ ടാൻ ബീറ്റ 2 എടുത്താൽ നമുക്ക് എന്ത് വന്നു? അത് r ഡാഷ് ബൈ x2 ആണ്. അപ്പോൾ ആ ട്രയാങ്കിളിൽ നമ്മൾ ടാൻ ബീറ്റ 1 ടാൻ ബീറ്റ 2 കണ്ടുപിടിച്ചു. അത് r ഡാഷ് ബൈ y2 r ഡാഷ് ബൈ x2 ആണ്. ഇനി നമ്മൾ ആ ഫിഗർ ഒന്നുകൂടി നോക്കാം. ആ ഫിഗറുകൾ ഒന്നുകൂടി നോക്കാം. അപ്പോൾ ഇത് ഡി ആണ്. ടച്ച് ചെയ്യുന്ന പോലെ നമ്മൾ പി എന്നാണല്ലേ കൊടുത്തത്. ഇത് ഡി ആണ്, പി ആണ്, ക്യൂ ആണ്. അപ്പോൾ ഡിയിൽ നിന്നുള്ള ആംഗിൾ ബൈസെക്ടറാണ് സെൻട്രൽ കൂടി പാസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എന്ത് കിട്ടി മക്കളെ? ഈ ആംഗിൾ എക്സ് ആണ്, ഈ ആംഗിളും എക്സ് ആണ്, ഇത് വൈ ആണ്, ഈ ആംഗിളും വൈ ആണ് അല്ലേ? ആംഗിൾ ബൈസെക്ടേഴ്സ് അല്ലേ ഈ ഇൻസെൻട്രിൽ കൂടി പാസ് ചെയ്യാം. അപ്പോൾ ലൈനിലുള്ള എല്ലാം കൂടി കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് വൈ എന്നത് 180 ഡിഗ്രിയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? എക്സ് പ്ലസ് വൈ എന്നത് 90 ഡിഗ്രിയാണ് എന്ന് കിട്ടി. എക്സ് പ്ലസ് വൈ 90 ഡിഗ്രി ആടാ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയടാ? അപ്പോൾ പി ഇ എഫ് ആണല്ലോ. അപ്പോൾ ഈ ആംഗിള് വൈ ആയാൽ മാത്രമാണ് ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രി ആവും. എക്സ് പ്ലസ് വൈ 190 ഡിഗ്രി ആണല്ലോ. ഈ ആംഗിൾ എക്സ് ആവണം. ഇനി നമ്മൾ ഈ 2 ട്രയാങ്കിളിലും ടാൻ എക്സ് കാണാം. അപ്പോൾ ഈ ലെങ്ത് നമുക്ക് y1 എന്നും ഈ ലെങ്ത് x1 എന്നും അറിയാം. ഇത് r ഡാഷും ഇത് r ഡാഷും ആണ്. നമ്മൾ ടാൻ എക്സ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ട്രയാങ്കിളിൽ നിന്ന് അത്
ആർ ഡാഷ് ബൈ വൈ വൺ ആണ്. രണ്ടാമത്തെ ട്രയാങ്കിളിൽ നിന്ന് അത് എക്സ് വൺ ബൈ ആർ ഡാഷ് ആണ്. ഇത് നമുക്ക് ആർ ഡാഷ് സ്ക്വയർ എന്നത് എക്സ് വൺ ബൈ വൺ ആണ് എന്ന് കിട്ടും. ആർ ഡാഷ് സ്ക്വയർ എന്നത് എക്സ് വൺ ബൈ വൺ ആണ്. ഇതൊക്കെ ആവശ്യമുള്ള ഇക്വേഷൻ ആണ്. അത് കിടക്കട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ ടാൻ എക്സ് ആണ് എടുത്തത്. അപ്പോൾ എക്സ് എന്ന് വെച്ചാൽ ഇവിടെ ആംഗിളാണ്. നമ്മൾ മറ്റേ എക്സ് വൺ എക്സ് ടു എന്നാണ് പറഞ്ഞുകൊണ്ട് നേരത്തെ ഇത് ഡിസ്റ്റൻസുകളായിരുന്നു, ടാൻജന്റ് ലെങ്ത്തുകളായിരുന്നു. അപ്പോൾ എന്താണ് ആർ ഡാഷ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വൺ എക്സ് ടു ആണ്. പിന്നെ നമ്മൾ ബി ഡിയുടെ ലെങ്ത് എടുത്താലോ. ബി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് ടാൻജന്റ് ലെങ്ത്തുകൾ കൂടിയതാണ്. അപ്പോൾ രണ്ട് ടാൻജൻഷ്യൽ ലെങ്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ബി ഡി എന്നുള്ളതിനെ എക്സ് വൺ പ്ലസ് എക്സ് ടു എന്ന് എഴുതാം, വൈ വൺ പ്ലസ് വൈ ടു എന്ന് എഴുതാം. ബി ഡിന് രണ്ട് സമ്മായിട്ട് എഴുതാം. ആദ്യത്തെ ടാൻജൻഷ്യൽ ലെങ്ത് സെയിം ആയതുകൊണ്ട് വൈ വൺ പ്ലസ് വൈ ടു എന്നും എക്സ് വൺ പ്ലസ് എക്സ് ടു എന്ന് ഇതിനകത്തുനിന്ന് എഴുതാൻ കഴിയും. അത് അവിടെ കിടക്കട്ടെ. വൈ വൺ പ്ലസ് വൈ ടു എക്സ് വൺ പ്ലസ് എക്സ് ടു ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് വേണം. ഇനി നമുക്കറിയാവുന്ന കണ്ടീഷനാണ് ബീറ്റ വൺ പ്ലസ് ബീറ്റ ടു എന്നത് 90 ഡിഗ്രിയാണ്. ബീറ്റ ടു 90 ഡിഗ്രി അല്ല, 45 ഡിഗ്രിയാണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചല്ലോ. എവിടെയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്? ഇക്വേഷൻ എയിൽ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. ഇക്വേഷൻ രണ്ട് സ്ഥലം നമ്മൾ ടാൻ എടുത്തു. അപ്പോൾ എന്ത് തോന്നുന്നു? ടാൻ ബീറ്റ വൺ പ്ലസ് ബീറ്റ ടു ഈക്വൽ ടു ടാൻ 45 ഡിഗ്രി ഈക്വൽ ടു ആണെന്ന്. ടാൻ ബീറ്റ വൺ പ്ലസ് ബീറ്റ ടു എന്നത് ടാൻ ബീറ്റ വൺ പ്ലസ് ടാൻ ബീറ്റ ടു ബൈ 1 മൈനസ് ടാൻ ബീറ്റ വൺ ടാൻ ബീറ്റ ടു എന്ന് ലഭിച്ചു. അപ്പോൾ ടാൻ ബീറ്റ വൺ എന്നത് എന്താണ് നമ്മൾ കണ്ടുപിടിച്ചു? ആർ ഡാഷ് ബൈ വൈ ടു ആണ്. ടാൻ ബീറ്റ ടു എന്നത് ആർ ഡാഷ് ബൈ എക്സ് ടു ആണ്, ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ ഡാഷ് ബൈ വൈ ടു ഇൻറ്റു ആർ ഡാഷ് ബൈ എക്സ് ടു ഈക്വൽ ടു 1. നമ്മൾ എല്ലായിടത്തും എക്സ് ടു വൈ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ആർ ഡാഷ് എക്സ് ടു പ്ലസ് ആർ ഡാഷ് വൈ ടു ഡിവൈഡഡ് ബൈ എക്സ് ടു വൈ ടു മൈനസ് ആർ ഡാഷ് സ്ക്വയർ എന്നത് 1 ആണ്. ഇനി ഇക്വേഷൻ 1 അനുസരിച്ച് ആർ ഡാഷ് സ്ക്വയറിന് എക്സ് വൺ വൈ ഒന്ന് ഇട്ട് കൊടുക്കാം. ഡിനോമിനേറ്റർ ആർ ഡാഷ് സ്ക്വയർ നമ്മൾ റീപ്ലേസ് ചെയ്യാം. ആർ ഡാഷ് ഇൻറ്റു എക്സ് ടു പ്ലസ് വൈ ടു എന്ന് എഴുതാം. എക്സ് ടു വൈ ടു മൈനസ് എക്സ് വൺ വൈ വൺ ആണ്, ഈക്വൽ ടു 1 എന്ന്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആറും ആർ ഡാഷും ബി ഡി ഒക്കെ കണ്ടുപിടിച്ചിട്ട് ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ആർ ഡാഷ് കിട്ടി, 1 ബൈ ആർ ഡാഷ് കിട്ടി.
അതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്നത് LHS. വൺ ബൈ ആർ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x2y2 മൈനസ് x1y1 ബൈ x1 പ്ലസ് x2 പ്ലസ് y2 എന്ന്. ഇനി അപ്പോൾ ഇത് കഴിഞ്ഞു, ആറ് LHS ആയി. ഇനി RHS വേണം. 1/r വേണം, 1/BD വേണം. അപ്പോൾ നമ്മൾ ആദ്യം 6 കാണാം. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ R എന്നത് R is equal to S minus B ആണ് നമ്മൾ കണ്ടു. അപ്പോൾ S minus B എന്നത് AB plus BC minus AC by 2 ആണ്. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് AB എന്നത് y2 പ്ലസ് ആ ടാൻജന്റ് ലെങ്ത്, അത് AP തന്നെയാണ്. അപ്പോൾ ABനെ y2 പ്ലസ് AP എന്ന് ഇട്ട് കൊടുക്കുക, BCനെ x2 പ്ലസ് CQ എന്ന് ഇട്ട് കൊടുക്കുക. y2 പ്ലസ് AP പ്ലസ് x2 പ്ലസ് CQ മൈനസ് AC ആണ്. AC എന്നത് AP പ്ലസ് CQ പ്ലസ് x1 പ്ലസ് x2 ആണ് അല്ലേ. AP 4 ഡിസ്റ്റൻസ് ആഡ് ചെയ്താണ്, അതൊക്കെ അവിടെ ഇട്ട് കൊടുക്കുക. AP പ്ലസ് CQ പ്ലസ് x1 പ്ലസ് x2 എന്ന് പറഞ്ഞു. അപ്പോൾ APയും പോയി CQയും പോയി, നമുക്ക് എന്ത് കിട്ടി? x2 മൈനസ് x1 പ്ലസ് y2 മൈനസ് y1 ഡിവൈഡ് ബൈ 2 പാറായി. ഇനി 1/BD കണ്ടുപിടിച്ചിട്ട് നമ്മൾ 1/r പ്ലസ് 1/BD കാണുകയാണ്. അപ്പോൾ ഇവിടെ LHS വന്നു. അപ്പോൾ ഇത് സെക്കൻഡ് ഇക്വേഷൻ, സെക്കൻഡ് ആണ് നോക്കിയിട്ട് LHS. ഇത് തേർഡ് ഇക്വേഷനാണ്. ഇനി ഫോർത്ത് ഇക്വേഷൻ എന്താണ്? നമുക്ക് ഇനി എന്ത് ചെയ്യാം? BD കണ്ടുപിടിക്കണം അല്ലേ. BD എന്ന് പറഞ്ഞാൽ എന്താടാ? BD എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതി, എന്താ x1 പ്ലസ് x2 ആണോ അല്ലെങ്കിൽ y1 പ്ലസ് y2 ആവണം. നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് BDയുടെ കാര്യം. അത് നമുക്ക് അവിടെ ഇടാം. BD എന്നത് നമുക്ക് x1 പ്ലസ് x2 എന്നോ y1 പ്ലസ് y2 എന്നോ എഴുതാം. നമ്മൾ RHS കാണാണ്. അത് 1/r പ്ലസ് 1/BD ആണ്. അപ്പോൾ എന്താണ് 1/r എന്നത് നമുക്ക് കിട്ടിയത് ഇക്വേഷൻ 3 നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. 1/r എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയത് 2/r
x2 minus x1 plus y2 minus y1. 1 by bd എന്നതോ 1 by x1 plus x2 ആണ്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടി, 2 into x1 plus x2 x2 minus x1 plus y2 minus y1 divided by x1 plus x2 into x2 minus x1 plus y2 minus y1. ഇങ്ങനെ വന്നു. ഇനി നമ്മൾ ഇതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററൊക്കെ റെഡ്യൂസ് ചെയ്യാണ്. ന്യൂമറേറ്റർ എന്താണ്, 2x1 2x2 plus x2 minus x1 plus y2 minus y1 ആണ്. അപ്പോൾ നമുക്ക് എന്താണ്, x1 പ്ലസ് x2 എന്നത് y1 പ്ലസ് y2 തന്നെയാണ്, രണ്ടും ബി ഡി ആണല്ലോ, നമുക്കറിയാവുന്നതാണ്. x1 പ്ലസ് x2 ഈക്വൽ ടു y1 പ്ലസ് y2 ഈക്വൽ ടു ബി ഡി. അപ്പോൾ ഈ രണ്ട് 2x1 പ്ലസ് 2x2 നമ്മൾ എന്ത് എഴുതി, x1 പ്ലസ് x2 പ്ലസ് x1 പ്ലസ് x2, രണ്ടാമത്തേനെ നമ്മൾ y1 പ്ലസ് y2 എന്ന് എഴുതി, മൈനസ് x2 minus x1 plus y2 minus y1, 2x2 plus 2y2, 2 into x2 plus y2 എന്ന്. ഇതാണ് ന്യൂമറേറ്റർ. പിന്നെ ഡിനോമിനേറ്റർ കാണാം. ഡിനോമിനേറ്റർ എന്നത് x1 പ്ലസ് x2 ഇൻറ്റു x2 മൈനസ് x1 പ്ലസ് y2 മൈനസ് y1 ആണ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്ത്, നമുക്കൊരു കാര്യം അറിയാം, x1 പ്ലസ് x2 എന്നത് y1 പ്ലസ് y2 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് x2 മൈനസ് y1 എന്നത് y2 മൈനസ് x1 ആണ്. അപ്പോൾ ഇവിടെ ഉള്ളിൽ എന്തോന്നൂടാ, x1 പ്ലസ് x2 ഇൻറ്റു x2 minus x1 y2 minus x2 minus x1 plus y2 minus y1 ആണ്. നമുക്ക് എന്തെഴുതാം, ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്തിട്ട് x2 minus y1 plus y2 minus x1 എന്ന് എഴുതാം. അപ്പോൾ x2 മൈനസ് y1 y2 മൈനസ് x1 ഒന്ന് തന്നെയാണ്. അപ്പോൾ എന്ത് കിട്ടി, 2 ഇൻറ്റു x1 പ്ലസ് x2 ഇൻറ്റു, അല്ലേ, രണ്ട് വേണമെന്നല്ലോ രണ്ടാമത്തെ ബ്രാക്കറ്റിൽ, x2 മൈനസ് y1. ഇനി എന്ത് ചെയ്യണം, ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു എന്താണ് x2 ഇൻറ്റു x1 പ്ലസ് x2 ഇൻറ്റു x2
x1 പ്ലസ് x2 ഇൻറ്റു y1. ഇനി ഈ രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ട് നമുക്ക് എന്ത് എടുക്കാം? x2 പുറത്തെടുക്കാം. x1 പ്ലസ് x2 മൈനസ് y1, x2 മൈനസ് x1 y1. x1 പ്ലസ് x2 ഈക്വൽ ടു y1 പ്ലസ് y2 ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? 2 ഇൻറ്റു y1 പ്ലസ് y2 മൈനസ് y1 എന്ന് എഴുതാം. x1 പ്ലസ് x2 റീപ്ലേസ് ചെയ്യാം. അപ്പോൾ അവിടെ y1 കട്ടായി പോയി നമുക്ക് 2 ഇൻറ്റു x2 y2 മൈനസ് x1 y1 എന്ന് കിട്ടും. ന്യൂമറേറ്ററുമായി ഡിനോമിനേറ്ററുമായി. അപ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായി? ന്യൂമറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു x2 പ്ലസ് y2 എന്ന് വരും. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു x2 y2 മൈനസ് x1 y1 എന്ന് വരും. അപ്പോൾ അത് എന്തായി? x2 പ്ലസ് y2 ബൈ x2 y2 മൈനസ് x1 y1 എന്ന് പറഞ്ഞു. അതാണ് എന്ത്? നമ്മളുടെ RHS. LHSും ഇത് തന്നെയായിരുന്നു. x2 y2 മാറിപ്പോയി. 1/r ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഇവിടെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ 1/r ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x2 പ്ലസ് y2 ബൈ x2 y2 മൈനസ് 1 ആയിരുന്നു. അപ്പോൾ അവിടെ ഒരു കർഷ ഉണ്ടായിരുന്നു. ഇവിടെ ഇൻവേഴ്സ് ആയിരുന്നു, മൈനസ് x1 y1 എന്നായിരുന്നു. അപ്പോൾ LHS RHSും സെയിം തന്നെയാണ്. x2 പ്ലസ് y2 ബൈ x2 y2 മൈനസ് 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? LHS ഈക്വൽ ടു RHS എന്ന് കിട്ടി. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണ്. LHS എന്തായിരുന്നു? അത് 1/r ഡാഷ് ആയിരുന്നു. RHSO 1/r പ്ലസ് 1/BD. ഇപ്പോൾ ട്രിഗണോമെട്രി വെച്ചുകൊണ്ട് നമ്മൾ ആറും ആർ ഡാഷും BD ഒക്കെ കണ്ടുപിടിച്ചിട്ട് രണ്ട് ഈക്വൽ ആണ് എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്.